നാടിന്റെയും ജീവനാഡിയാണ് പുഴകൾ. കുടിക്കാനും കുളിക്കാനും കൃഷിക്കും വേണ്ടി ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്നത് പുഴയെയാണ്. തച്ചനാട്ടുകരയിലെ പ്രധാനപ്പെട്ട പുഴയാണ് മുറിയങ്ങണ്ടിപ്പുഴ. ആ പുഴയിലേക്ക് ഒരു യാത്ര പോയാലോ? നാട്ടുകൾ വിഷൻ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക സ്റ്റോറി. തച്ചനാട്ടുകര പഞ്ചായത്തിനെയും വെളിയേഴി പഞ്ചായത്തിനെയും ആലിപ്പറമ്പ് പഞ്ചായത്തിനെയും തലോടിക്കൊണ്ടുപോകുന്ന മുറിയങ്ങണ്ടി പുഴയെക്കുറിച്ചാണ് ഇന്ന് നാട്ടുകൾ വിഷൻ ടീം അവതരിപ്പിക്കുന്നത്. പുഴകൾ ഇങ്ങനെ ആയാൽ മതിയോ? പ്രത്യേക ഡോക്യുമെൻ്ററിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ഗ്രാമത്തിൻ്റെയും ജീവനാഡികളാണ് ആ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന പുഴകൾ. മഴക്കാലങ്ങളിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും നിറഞ്ഞൊഴുകുന്ന പുഴകളും നയന മനോഹര കാഴ്ചകളാണ്. ഇരുകരകളെയും തലോടിക്കൊണ്ടുപോകുന്ന കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളവും വെള്ളം കാണാൻ വേണ്ടി ദൂരസ്ഥലത്ത് നിന്നെത്തുന്ന നിരവധി ആളുകളുടെ കാഴ്ചകളും പുഴയോരങ്ങളിൽ കാണാവുന്നതാണ്. ചെത്തല്ലൂർ മുറിയങ്ങണ്ണി കടവ് മുതൽ കാമ്പുറം മണ്ണാത്തിക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ ആദ്യകാലങ്ങളിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ വേണ്ടി തോണികളും ഉണ്ടായിരുന്നു. പാലം വന്നതോടുകൂടി തോണികളും ഇല്ലാതെയായി. മുറിയങ്ങണ്ണി കടവ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കടവാണ് അത്തിപ്പറ്റ ഭാഗം. പ്രദേശത്തെ നിരവധി ആളുകൾ കുടിക്കാനും കുളിക്കാനും കൃഷി ആവശ്യത്തിനുമായി ഉപയോഗിക്കുന്ന പുഴയാണ് മുറിയങ്ങണ്ടിപ്പുഴ. അത്തിപ്പറ്റക്കടവിൽ നൂറുകണക്കിന് ആളുകളുടെ കുടിവെള്ള പദ്ധതിയുടെ കിണർ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. അത്തിപ്പറ്റക്കടവിൽ കുളിക്കാനുള്ള കടവുകളും സജ്ജമാണ്. വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകളാണ് പുഴയുടെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നത്. മഴക്കാലങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴ വേനൽക്കാലമാകുന്നതോടെ ശുഷ്കിച്ച് ഇല്ലാതാകുന്നു. ജലവിധാനം പൂർണ്ണമായും താഴുന്നു. ഇതോടെ കുടിവെള്ള പദ്ധതികളും ആശങ്കയിലാകുന്നു. എന്നാൽ ഇതേ സമയം മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താനുള്ള സൗകര്യങ്ങളോ മറ്റോ പുഴയിൽ ഉണ്ടാക്കാത്തത് കടുത്ത വേനലിൽ പ്രദേശത്തെ ദുരിതത്തിലാക്കുന്നു. ഓരോ വർഷം കൂടുന്തോറും വരൾച്ച കൂടി വരുന്ന സാഹചര്യത്തിൽ മുറിയങ്ങണ്ണി പുഴയെ സംരക്ഷിക്കാനും പുഴയിലെ വെള്ളം പരമാവധി ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ തടയണകൾ നിർമ്മിച്ചാൽ ഏറെ ഉപകാരപ്പെടുമെന്നാണ് കർഷകർ പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം, ഇത്തവണയെങ്കിലും തടയണ വരുമോ? അത്തിപ്പറ്റ ക്വാറിക്ക് സമീപം പുതിയ പാർക്ക് വരുന്നതോടുകൂടി പുഴയിലേക്കുള്ള ആളുകളുടെ ഒഴുക്കും വർദ്ധിക്കും. പുഴയെ സംരക്ഷിക്കുന്നതോടൊപ്പം പുഴയിലേക്ക് ഇറങ്ങാനാവശ്യമായ സൗകര്യങ്ങൾ തീരെ ഇല്ലാത്തത് ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. റോഡിൻ്റെ അവസാനം പടവുകളുണ്ടെങ്കിലും പടവിന് ശേഷം ചളിക്കുളമായ വഴിയിലൂടെ പുഴയിലേക്ക് ഇറങ്ങാനും ആളുകൾക്ക് ഭീതിയാണ്. പുഴയിലേക്ക് ആളുകൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യവും പൊതുജന ആവശ്യം ഉയർന്നിട്ടുണ്ട്. വേനൽക്കാലമാകുമ്പോഴേക്കും അതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.